ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഡയറക്ടഡ് ബൈ ജിത്തു അഷ്റഫ്. ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിടിലം പടം, ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീര ഒരു പടം തന്നെയാണ് ഈ ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ക്രൈം ത്രില്ലർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്, പക്ഷെ അതിനേക്കാളും ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, ഇതിൽ ഇമോഷണലി ഈ ഒരു സിനിമ നമുക്ക് തരുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അതിന്റെ പുറമെ അതായത് മെയിൻ സാധനം, മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ ഡ്രാമ അല്ല, പക്ഷെ ഒരു ഇമോഷണൽ ത്രില്ലറാണ്. ഇമോഷണൽ ഡ്രാമ എന്ന് വിചാരിച്ച് പേടിക്കണ്ട, ഇമോഷണൽ ത്രില്ലറാണ്. പക്ഷെ അതിന്റെ ഒപ്പം ഇതിൽ നടക്കണ ക്രൈം അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് അതിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ഇമോഷണൽ ഡ്രാമ വരുന്നത് എന്നുള്ളത് മാത്രം. പക്ഷെ അതാണ് മെയിൻ സാധനം. ഇതിൽ വന്നിട്ടുള്ള എന്താ പറയാ സീറ്റടിച്ച് ത്രില്ലർ എന്ന് പറയാൻ മാത്രം ഈ സിനിമയിലൊന്നുമില്ല. പക്ഷെ ത്രില്ലിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ സീറ്റിന് ഇങ്ങനെ ഇരിക്കൂല നമ്മൾ, എന്താ അങ്ങനെയല്ല സിനിമയുടെ ഒരു പോക്ക്. സിനിമന്റെ ഒരു നെഗറ്റീവ് അല്ല, സിനിമയുടെ ഒരു പോക്ക് അതല്ല. സിനിമ അതിൽ ഇമോഷണലി സിനിമ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് സിനിമന്റെ ഒരു പ്രധാന ചോദ്യം. അത് കണക്ട് ചെയ്യണമെങ്കിൽ സക്സസ് ഇല്ലെന്നുണ്ടെങ്കിൽ മുഞ്ചി. അതാണ് ഈ ഒരു സിനിമന്റെ ഒരു ഇത്, മനസ്സിലായില്ല. പക്ഷെ ഇതിൽ ഇമോഷണൽ കണക്ഷന് ഗംഭീരമായിട്ട് എനിക്ക് പേഴ്സണലി കണക്ട് ആയി. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ത്രില്ലിംഗ് എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ തന്നെ ഭയങ്കര ഇമ്പാക്ട് ആയിരുന്നു. ആക്ഷൻ സീക്വൻസ് എന്ന് പറയാൻ മാത്രം അത് കുറെ ആക്ഷൻ സീക്വൻസ് ഇല്ല, ഇതിലാകെ 1-2 ആക്ഷൻ സീക്വൻസ് ഉള്ളൂ. അതിൽ പക്ഷെ ഒരു മോർച്ചറി എന്നുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. കുഞ്ചാക്കോ ബോബന്റെ ഒന്നാമത്തെ കുഞ്ചാക്കോ ബോബൻ ഇതിൽ പടച്ചിട്ടുണ്ട്. ഇതില് കുഞ്ചാക്കോ ബോബന് എന്താണെന്ന് തെളിയിക്കാൻ ആകെ 2 സീനാ വേണ്ടി നിൽക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ 2.5 മണിക്കൂറോളം ബോറടിന്റെ ഒരു 7 അതിനകത്ത് സിനിമ പോയിട്ടില്ല. മനസ്സിലായി അത് കാരണം ഇത് ഈ പറഞ്ഞ ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പൊതുവെ എന്താണ് എപ്പോഴാണ് ബോറടിക്കുക, ഒരു ഇമോഷണൽ സീൻസ് വരുമ്പോഴല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സീൻസിലേക്ക് സിനിമ കടക്കുമ്പോഴാണ് ബോറടിക്കുക. പക്ഷെ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ബോറടിക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ 2.5 മണിക്കൂറോളം, എത്ര 137 മിനിറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, 2 മണിക്കൂർ 2.5 മണിക്കൂർ 2.5-2.5 മണിക്കൂറോളം 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടു വന്ന ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു പടം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. ട്രെയിലർ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഗംഭീരമായി, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്ര ഗംഭീര പടം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, സിനിമയിൽ ഇതിൽ മറ്റേ കുഞ്ചാക്കോ ബോബൻ ഇൻട്രോ എന്ന് പറഞ്ഞ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് പിന്നെ റീജോയിൻ ചെയ്യുന്നതാണ്. അപ്പൊ അതങ്ങനെ റീജോയിൻ ചെയ്യാൻ വരുന്ന ഒന്നാമത് കുഞ്ചാക്കോ ബോബന്റെ എൻട്രി വരുന്ന മുന്നേ തന്നെ കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടറിന്റെ ബിൽഡപ്പ് ഒരു പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബൻ നടന്നങ്ങോട്ട് വരുമ്പോൾ തന്നെ, അതായത് 1-2 സീൻ, അതായത് കുഞ്ചാക്കോ ബോബന് എന്തെങ്ങനെ 2 പെണ്ണുങ്ങൾ ഒരു മാലക്കേസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. കുഞ്ചാക്കോ ബോബനെ മൈൻഡ് ചെയ്താൽ പോണ സമയത്ത് ഇവര് 2 ഒരു സംഭവം പറയും. ആ പറയുന്ന സമയത്ത് തന്നെ കുഞ്ചാക്കോ ബോബനെ നിർത്താറുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുഞ്ചാക്കോബന്റെ മുഖം കാണിക്കുന്നില്ല, പക്ഷെ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും കുഞ്ചാക്കോ ബോബൻ എന്താണെന്നുള്ളത്. ഒരു കൺഫർമേഷൻ പോലെയാണ് സിനിമ കുറച്ചും കൂടെ ഒരു ഫ്രണ്ടിൽ കണ്ട് പോണ സമയത്ത് ഫീൽ ചെയ്യുക, മനസ്സിലായില്ല. അത് ഭയങ്കര റോ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഈ പൂട്ട് അയച്ചിട്ട് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ, അതായത് മുന്നിൽ നിൽക്കുന്നത് ആരാ എന്നുള്ളത് നോക്കാതെ എടുത്തിട്ട് അലക്കണ ഒരു കിട്ടിലം പോലീസ് ഓഫീസറിന്റെ റോളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കുഞ്ചാക്കോ ബോബൻ മാത്രമല്ല, പ്രിയാമണി ഉണ്ട്. പ്രിയാമണി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതില് ജഗദീഷ് ഉണ്ട്, പിന്നെ റംസാൻ ഉണ്ട്. ഇതിൽ വന്നിട്ടുള്ള ആരും നിരാശപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇതിൽ വില്ലന്മാരിൽ ഒരു വില്ലൻ ഉണ്ട്. അത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആനന്ദം സിനിമയിലൊക്കെ ഒരു മെലിഞ്ഞിട്ട് നല്ല ഹൈറ്റിലൊരു കണ്ണടക്ക വെച്ചിട്ട് കവളൊക്കെ കുറച്ച് കൊടുക്കുക. അദ്ദേഹത്തിന്റെ പേരറിയില്ല, നോക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഇതിപ്പോ രാത്രി വീഡിയോ എടുക്കും, അതൊക്കെ നോക്കി വരുമ്പോൾ സമയം എടുക്കും, അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു വില്ലനീസം, ഞാൻ ഫോട്ടോ ഞാൻ എവിടെയും കൊടുക്കാം. ആ മൂപ്പരുള്ള വില്ലനീസം അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബന്റെ വരെ 1 ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറാണ്. അതായത് കുഞ്ചാക്കോ ബോബന് ഗംഭീര എങ്ങനെ പെട്ടച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ട് കുഞ്ചാക്കോ ബോബനെ. ഇതുവരെ കാണാത്തൊരു കുഞ്ചാക്കോ ബോബനെ നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ ഇതേപോലത്തെ ഒരു എന്താ പറയാ അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, ഇൻ കേസ്, ഞാൻ എല്ലാ സിനിമകളും ഇരുന്ന് കാണുന്ന ആളല്ല, പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇൻ കേസ് അങ്ങനത്തെ ഒരു റോ ആയിട്ടുള്ള ക്യാരക്ടർ കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ എണ്ണാവുന്ന ക്യാരക്ടേഴ്സ് മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മ അതിന് പെർഫോമൻസ്. അപ്പൊ ഞാൻ കൂടുതൽ വെച്ച് വലിപ്പിക്കണില്ല. ഞാൻ പറഞ്ഞ വില്ലന്മാരെന്നും കൂടെ പറയാം. അതിൽ മെയിൻ വില്ലനായിട്ട് ഞാൻ ഈ പറഞ്ഞ ആളാണ് വന്നിട്ടുള്ളത്. അതായത് മോന്ത പിടിച്ചിട്ട് ചുമരുമ്പോ ഒരത്താൻ തോന്നും ആ വില്ലനെ. ആ വില്ലന്മാരെ ഒരു 2-3 വില്ലന്മാരുണ്ട്. റംസാനൊക്കെ ഉണ്ട്, പിന്നെ 2 പെണ്ണുങ്ങളുണ്ട്, 2 വില്ലത്തികളുണ്ട്. ഇവരൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് മുളകിൽ ഇങ്ങനെ തേച്ചിട്ട് ചട്ടിയിട്ടിട്ട് പൊരിച്ചിട്ട് കാണാൻ തോന്നും. ദേഷ്യം, നമുക്ക് വരെ ദേഷ്യം. അതാണ് ആ പെർഫോമൻസിന്റെ ഒരു ഗുണം. കാരണം വില്ലന്മാർക്ക് ഒരു നല്ലൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ട് ആ വില്ലന്മാരെ ക്യാരക്ടർ ചെയ്യാൻ കിട്ടുന്ന ആക്ടേഴ്സ് ആണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമ്പാക്ട് ഭയങ്കരവും, മനസ്സിലായില്ല. അത് കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ മാത്രമല്ല ഇവിടെ. അപ്പൊ അതായത് ഇപ്പൊ ഹീറോ ഭയങ്കര സംഭവം, എല്ലാത്തിനും കുഞ്ചാക്കോ ബോബൻ മതി, വില്ലന്മാര് കുറെ പൊട്ടന്മാര് അടി കൊള്ളാൻ വരുന്ന അങ്ങനെ യാതൊരു സംഭവം സിനിമയിലില്ല. ഇതിന്റെ ഒരു മോർച്ചറിയിൽ വെച്ചിട്ട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആ തിയേറ്ററിലൊക്കെ ആ ആക്ഷൻ സീക്വൻസിനൊക്കെ കിട്ടിയുള്ള അംഗീകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറൊന്നല്ല. പിന്നെ അത് കഴിഞ്ഞ ക്ലൈമാക്സിൽ ഉള്ള ഒരു ഫൈറ്റ് സീക്വൻസ് അതും കിട്ടില്ല. ആ സമയത്ത് പോയി ഇത് ആക്ഷൻ സീക്വൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാരി വെതറാതെ ഉള്ളതും മര്യാദക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു
സംഭവം ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ ആക്ഷൻ സീക്വൻസ്. ഈ സിനിമ ഉടനീളം അനാവശ്യമായിട്ട് കുറെ സാധനങ്ങൾ വലിച്ചിടാതെ എന്താണോ സിനിമക്ക് ആവശ്യമുള്ളത് അത് മാത്രം കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് ഉള്ളത് മര്യാദക്ക് ആൾക്കാരെ മുന്നിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഡയറക്ടറിന്റെ പ്രധാന ഉദ്ദേശം. അത് ഗംഭീരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ത്രില്ലറോ ആണ്, ക്രൈം ത്രില്ലറോ ആണ്. ഇത് ഒരു കാറ്റഗറിയിൽ മാത്രം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇതിന് മെയിൻ സംഭവമേ ഇമോഷണൽ ത്രില്ലറാണ്. മനസ്സിലായി? ക്രൈം ആണോ മെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ സാധനങ്ങളും നമുക്ക് വർക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ സിനിമ മൂഞ്ച് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇമോഷണൽ സാധനങ്ങൾ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൂടി നിങ്ങൾ കണക്കിലെടുക്കണം. അപ്പൊ അങ്ങനെ ഒക്കെ കൂടി ഇത് വെച്ച് നോക്കണം സമയത്ത് 2.25-2.5 മണിക്കൂറോളം ഒരു രക്ഷയില്ലാതെ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസോട് കൂടി. അതേപോലെ തന്നെ മ്യൂസിക് ജേക്സ് ബിജോയ് ആണ്, ഗംഭീര വർക്ക്. അതായത് ജേക്സ് ബിജോയ് ഇല്ലെങ്കിൽ സുശീൽ ശ്യാം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ പൊട്ടിയാലും മ്യൂസിക് കിട്ടുമോ? കിങ് ഓഫ് കത്തയിൽ ജേക്സ് ബിജോയ് ആണ് ചെയ്തിട്ടുള്ളത്. പടം പൊട്ടി മ്യൂസിക് എന്താ ഈ ആൾക്കാർ ഏറ്റെടുത്തത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സിനിമയിൽ ജേക്സ് ബിജോയ് കൊടുത്തിട്ടുള്ള മ്യൂസിക് ഉണ്ട്, ഗംഭീരം. അതാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളതിന്റെ മെയിൻ കാരണം. ഇതിന്റെ മ്യൂസിക്കാണ്. ആ മ്യൂസിക് ഈ ഒരു സിനിമയെ ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അറ്റ് ഇറ്റ് സ്പീക്ക് അവകാശപ്പെടാൻ പറ്റുന്ന രീതിക്ക് മാറ്റുന്നുണ്ട്. അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ OTT ഇരുന്ന് കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് ചിലപ്പോൾ ചിലവരെങ്കിലും പോയിരുന്നു. ചിലവർ ഇപ്പോൾ എനിക്ക് അപ്പോഴും പോകില്ല. ഈ മ്യൂസിക് മോശമാണെന്നുണ്ടെങ്കിൽ ഇത് തിയേറ്ററിൽ കാണേണ്ട പടമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷെ ചിലവർക്ക് അങ്ങനത്തെ ഒരു ഒറ്റ വിളിയൊന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ ആ ഏരിയ ഒരു നല്ല രീതിയിൽ കവർ ചെയ്ത് നല്ല മ്യൂസിക് കൊടുത്ത് കുഞ്ചാക്കോ ബോബനെ പോലത്തെ ഒരു ഗംഭീര ആക്ടറിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ കുഞ്ചാക്കോ ബോബൻ ട്രൈ ചെയ്യാത്തൊരു ഗംഭീര ക്യാരക്ടർ തന്നെയാണ്. വൺ ഓഫ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുട്ടികൾ കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് കുഞ്ചാക്കോ ബോബൻ. അതുകൊണ്ടാണ് ഞാൻ ദി ബെസ്റ്റ് എന്ന് പറയാത്തത്. പക്ഷെ എന്നാലും വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കുഞ്ചാക്കോ ബോബൻ ചെയ്തതിൽ വെച്ചിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് പ്രിയാമണിക്കൊന്നും അങ്ങനെ വലിയ റോളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും സ്ക്രീൻ ടൈം വളരെ കുറവാണ്. പിന്നെ വില്ലന്മാരും വില്ലത്തികളും അഴിഞ്ഞാട്ട ഈ സിനിമയിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആരും താത്താതെ അല്ലെങ്കിൽ ആരും കൊണ്ടിക്കാതെ ഇന്ന ക്യാരക്ടർ ഭയങ്കര സംഭവമാക്കിയിട്ട് കാണിക്കാതെ ഒരു നല്ലൊരു ക്യാരക്ടറിന്റെയും ഒരു എന്താ പറയുക ഒരു മോശം ഭാഗം പോലും കാണിച്ചിട്ടുണ്ട്. അതായത് നായകനെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ സമയത്തും കുഞ്ചാക്കോ ബോബന്റെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്സ് സിനിമയിൽ എടുത്ത് ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഗംഭീര സ്ക്രീൻ പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ തീരെ ബോറടിക്കാതെ ഗംഭീരമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസോട് കൂടി ഇരുന്ന് കണ്ട് ഇറങ്ങി 2.5 മണിക്കൂർ പോയത് ഞാൻ പേഴ്സണലി തീരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വളരെ 100% എൻജോയ് ചെയ്തിരുന്ന കണ്ട ഒരു കിടുക്കച്ച് പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.